ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രൻ തന്നെ തുടരാനാണ് സാധ്യത. 5 വർഷം പൂർത്തിയായി മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷകർ അറിയിച്ചതോടെയാണ് സുരേന്ദ്രന് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കളമൊരുങ്ങിയത്. അധ്യക്ഷനായി തുടരാൻ ഇവരുടെ നിലപാട് നിർണായകം തന്നെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഓൺലൈൻ യോഗത്തിലായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് നിരീക്ഷകരായ വാനതി ശ്രീനിവാസൻ അറിയിച്ചത്. ഇതോടെ എതിർപ്പറിയിച്ച ചില നേതാക്കൾ ഓൺലൈൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കെ സുരേന്ദ്രൻ ഒരു ടൈം കൂടി സംസ്ഥാന അധ്യക്ഷനായി തുടരാനുള്ള സാധ്യതയെക്കുറിച്ച് നേരത്തെ തന്നെ പാർട്ടിക്കകത്ത് ചർച്ചകൾ നടന്നതാണ്. 3 വർഷത്തെ ഒന്നാം ടൈമിന് ശേഷം 2 വർഷം കൂടി സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിയമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് രണ്ടാം ടൈമായി കണക്കാക്കാൻ ആകില്ല എന്നാണ് ഓൺലൈൻ യോഗത്തിൽ കേന്ദ്ര നിരീക്ഷക വ്യക്തമാക്കിയത്. പുതിയ നീക്കത്തിനെതിരെ പാർട്ടിയിലെ സുരേന്ദ്രൻ വിരുദ്ധ ചേരി രംഗത്തെത്തിയിട്ടുമുണ്ട്. പ്രധാനമായും കൃഷ്ണദാസ് പക്ഷമാണ് ഓൺലൈൻ യോഗത്തിൽ എതിർപ്പ് ഉന്നയിച്ചിരുന്നത്. അതേസമയം തന്നെ ബി.ജെ.പി. സംസ്ഥാന ഭാരവാഹികളുടെയും ഭരണാധികാരികളുടെയും ഓൺലൈൻ യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. സുരേന്ദ്രൻ വിരുദ്ധ പക്ഷത്തെ 3 മുതിർന്ന നേതാക്കൾ യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തു. 5 വർഷം ഒരു ടൈമായി കണക്കാക്കുമെന്നും 5 വർഷം പൂർത്തിയാക്കിയ മണ്ഡലം പ്രസിഡന്റുമാരെ അതേ സ്ഥാനത്തേക്ക് വീണ്ടും പരിഗണിക്കാമെന്നും മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ദേശീയ ഉപവരണാധികാരിയുമായ വാനതി ശ്രീനിവാസൻ പറഞ്ഞതാണ് തർക്കത്തിനിപ്പോൾ കാരണമായിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഭരണഘടനയനുസരിച്ച് ഒരു ഘടകത്തിന്റെ പ്രസിഡന്റാണ് 3 വർഷം വീതമുള്ള 2 ടൈം മാത്രമേ തുടർച്ചയായി പ്രവർത്തിക്കാനാകൂ. ഇപ്പോഴത്തെ ഭൂരിഭാഗം മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാരും ചുമതലയേറ്റിട്ട് 5 വർഷമായിട്ടുണ്ട്. കഴിഞ്ഞ മാസം അവസാനം ചേർന്ന ഭരണാധികാരികളുടെ യോഗത്തിൽ 5 വർഷം പിന്നിട്ടവരെ വീണ്ടും പരിഗണിക്കേണ്ടതില്ല എന്ന് ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗ് പറഞ്ഞതുമാണ്. ഇതനുസരിച്ച് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോവുകയുമായിരുന്നു. പെട്ടെന്ന് പുതിയ നിബന്ധന കൊണ്ടുവന്നതിൽ ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധിച്ചു. പുതിയ നിബന്ധന പ്രകാരമാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നാണ് മധ്യ കേരളത്തിലെ ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. ഈ യോഗത്തിൽ ഇപ്പോൾ പറഞ്ഞ നിബന്ധന നിങ്ങൾ എങ്ങനെ നേരത്തെ അറിഞ്ഞുവെന്ന് ചോദിച്ച് എറണാകുളത്തെ മുതിർന്ന നേതാവ് രംഗത്തെത്തിയതോടെ ആകെ ബഹളമായി. ഇത്തവണത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് കുത്തഴിഞ്ഞതാണെന്ന ആരോപണവുമായി മേഖലാ സംഘടനാ സെക്രട്ടറിയും രംഗത്തെത്തിയിരുന്നു. ഇതോടെ വാനതി ശ്രീനിവാസൻ ശബ്ദമുയർത്തുകയും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം ഇതാണ് എന്ന് പറയുകയും സംസ്ഥാന പ്രസിഡന്റിന് പുതിയ നിബന്ധന ബാധകമാണോ എന്ന് സുരേന്ദ്രൻ പക്ഷത്തെ സംസ്ഥാന നേതാവ് ചോദിക്കുകയും ചെയ്തു. അത് പറയാൻ താൻ ആളല്ല എന്നായിരുന്നു വാനതിയുടെ മറുപടി. 5 വർഷം ഒരു ടൈം ആയി കണക്കാക്കിയാൽ നിലവിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളും ജില്ലാ പ്രസിഡന്റുമാർക്കും തുടരുന്നതിലെ തടസ്സം നീങ്ങിക്കിട്ടും. നിബന്ധന സംസ്ഥാന പ്രസിഡന്റിന് ബാധകമായി കഴിഞ്ഞാൽ സുരേന്ദ്രന് വീണ്ടും മത്സരിക്കാൻ സാധിക്കും. എന്നാൽ ആർ.എസ്.എസ്. സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ എന്ത് നിലപാട് എടുക്കുമെന്നത് നിർണായകം തന്നെയാണ്. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. സുരേന്ദ്രൻ വിരുദ്ധ പക്ഷമെല്ലാം തന്നെ നീക്കുപോക്കുകളുണ്ടായിരുന്നു. സുരേന്ദ്രൻ ഇനി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ബി.ജെ.പിക്കേറ്റ വലിയ ക്ഷതം തന്നെയായിരുന്നു. വലിയ വർധനവും മുന്നേറ്റമെല്ലാം തന്നെ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഉപതെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും പാലക്കാട് എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ച് എ ക്ലാസ് മണ്ഡലമായിരുന്നു. പാലക്കാട് ബി.ജെ.പി. വിജയിച്ചിരുന്നുവെങ്കിൽ അതിൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല എന്ന തരത്തിൽ ബി.ജെ.പിക്ക് അടിത്തറയുള്ള മണ്ഡലം തന്നെയായിരുന്നു പാലക്കാട് നിയമസഭാ മണ്ഡലം. പക്ഷേ സാഹചര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായിരുന്നിട്ടും ബി.ജെ.പിയെ സംബന്ധിച്ച് അവിടെ വിജയം വരിക്കാനായിട്ട് സാധിക്കുന്നില്ല. നഗരങ്ങളിൽ ഉണ്ടായിരുന്ന ബി.ജെ.പിയുടെ വോട്ടുകൾ പോലും കോൺഗ്രസ് കൈയടക്കുന്ന കാഴ്ചകളിലേക്കെല്ലാം തന്നെ സാഹചര്യം മാറിമറിയുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സന്ദീപ് വാര്യരുടെ ഇറങ്ങിപ്പോക്കുമെല്ലാം തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സന്ദീപ് വാര്യർ സുരേന്ദ്രനെതിരെയും മാത്രമല്ല സി കൃഷ്ണകുമാറിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയതെല്ലാം തന്നെ സുരേന്ദ്ര വിരുദ്ധ ചേരിയെ പ്രകോപിപ്പിക്കാൻ കാരണമായിട്ടുമുണ്ട്. സുരേന്ദ്രന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മാത്രമാണ് നടക്കുന്നതെന്നും സുരേന്ദ്രനെ അനുകൂലിക്കുന്നവരും യഥാർത്ഥത്തിൽ ബി.ജെ.പിയുടെ മുന്നേറ്റമല്ല ലക്ഷ്യം വയ്ക്കുന്നതെന്നും തങ്ങളുടെ സ്വന്തമുള്ള നേട്ടങ്ങൾ മാത്രമാണ് കാണുന്നതെന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നതിൽ ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ശേഷം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുരേന്ദ്രൻ രാജിവെക്കണം എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള പോർവിളികളിലേക്കും തർക്കങ്ങളിലേക്കും എല്ലാം തന്നെ ബി.ജെ.പിയിലെ ആഭ്യന്തര കലഹം രൂക്ഷമായിരുന്നു. പിന്നീട് സുരേന്ദ്രൻ നേരിട്ടെത്തി ദേശീയ നേതൃത്വം എന്ത് പറയുന്നോ അതനുസരിച്ച് താൻ മുന്നേറാം എന്ന് പറയുന്ന അല്ലെങ്കിൽ അതനുസരിച്ച് താൻ തീരുമാനമെടുക്കാം എന്ന് സുരേന്ദ്രൻ പറയുന്നത് വരെ കാര്യങ്ങൾ എത്തി നിന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായി വരുന്നത്. അതുവരെ സുരേന്ദ്രൻ രാജിയിലേക്ക് എന്ന തലക്കെട്ടിലായിരുന്നു കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും സുരേന്ദ്രൻ അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയും ദേശീയ നേതൃത്വം പറയുന്നതുവരെ കാത്തിരിക്കാൻ പറയുന്നതോടെ സുരേന്ദ്രന്റെ തുറുപ്പുചീട്ട് അവിടെ പ്രാവർത്തികമാവുകയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും
അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള തർക്കങ്ങളെല്ലാം തന്നെ മുറുകുന്നത്. എന്നാൽ അതേസമയം തന്നെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്നു വന്ന വലിയൊരു തർക്കങ്ങളെല്ലാം തന്നെ അല്പകാലത്തേക്ക് മങ്ങി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം തന്നെ രൂക്ഷമാകുന്നത്. സുരേന്ദ്രനെ സംബന്ധിച്ച് അദ്ദേഹം ഇനിയും 5 വർഷം കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് പ്രവർത്തകർക്കിടയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രവർത്തകരെന്താണെങ്കിലും അഥവാ സുരേന്ദ്രൻ വിരുദ്ധപക്ഷം എന്താണെങ്കിലും വെറുതെ ഇരിക്കാനുള്ള സാധ്യതയുമില്ല. അവർ എന്ത് തന്നെയാണെങ്കിലും തർക്കങ്ങളും ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യവും തീർച്ചയാണ്.